അല്ല, റോണിയോ എന്തായി? താര വന്നോ? ഇല്ല, അവളിനി വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ റോണി അങ്ങനെ പറയുന്നേ? പതിവതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, പതിവില്ലാതെ തനിക്കെന്താ വെളുപ്പിന് പള്ളി പോണോന്ന് തോന്നിയത്? അല്ല, ഒന്ന് കുമ്പസരിക്കണമെന്ന് തോന്നി. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ താരെ ചതിക്കല്ലേ, അതിന്റെ ഒരു കുറ്റബോധം. ഞാനൊരു പെണ്ണല്ലേ, ഇനി അതിന്റെ പേരിൽ ദേവേനി എന്നെ ശിക്ഷിക്കരുതല്ലോ. അപ്പൊ താൻ പോയി ചെയ്ത പാവങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു. ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റബോധം തോന്നാത്തത് കൊണ്ടായിരിക്കാം. എനിക്കെന്തോ ഇതുവരെ കുമ്പസരിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല. ശരിയെന്നാ. അല്ല, ഏത് പള്ളിയിൽ അച്ഛന്റെ മുമ്പിലാ താൻ പോയി കുമ്പസരിച്ചത്? അത് പിന്നെ എന്റെ സ്ഥിരം ചർച്ച്, സെന്റ് മേരീസ് കത്തീഡ്രൽ. അതെന്താ റോണി അങ്ങനെ ചോദിച്ചേ? വെറുതെ. ഇന്നിനി താൻ പോയി മുട്ടുകുത്തിയത് പുതിയ ഏതെങ്കിലും പട്ടക്കാരന്റെ മുന്നിലാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. താനെന്താ ഫോണെടുത്ത് സംസാരിക്കാത്തെ? ആരാ വിളിച്ചേ? അതെന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് വെച്ചാ ഏത് ഫ്രണ്ട്? അത് പറഞ്ഞ റോണി അറിയില്ല. എന്നാ പിന്നെ താൻ എന്നെ വിളിച്ചൊന്ന് പരിചയപ്പെടുത്തണോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ തന്നെ കെട്ടാൻ പോവല്ലേ. ആ സ്ഥിതിക്ക് തന്റെ അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കല്ലോ. അല്ലെങ്കിൽ താൻ വിളിക്കണ്ട, ഞാൻ വിളിച്ച് സംസാരിക്കണ്ട. വേണ്ട, റോണി വിളിക്കണ്ട. ഇതിന്റെ പേഴ്സണൽ കാര്യങ്ങളാ. മിന്നു കെട്ടാൻ പോകുന്നവൻ അറിയാൻ പാടില്ലാത്ത പേഴ്സണൽ കാര്യങ്ങളുണ്ടോ എനിക്ക്? എന്നാ അതെനിക്കൊന്ന് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഫോൺ താസ്തല്ല. ഞാൻ തരില്ല റോണി, ഇത്രയ്ക്ക് ചീപ്പാവരുത്. ചില കാര്യങ്ങളിൽ റോണി തീരെ ചീപ്പാ. നീ ആ ഫോണിങ് തന്നെ തരില്ലെന്ന് പറഞ്ഞാ തരില്ല. അത്രയ്ക്ക് നീ തരണം. കൂടുതൽ വെള്ളത്തിൽ കാണിച്ച് കൊന്നുകളെ ഞാൻ. എന്താ റോണി, നമ്പർ കിട്ടിയില്ലേ?